Hello everyone, this is my first video on pharmacology, and in this video I will be going to tell about general pharmacology, and this portion is basically about the routes of administration. Okay, so before going to the routes of administration, what is pharmacology? Pharmacology is the science dealing with drugs. ഡിഫറെൻറ്റ് ഡ്രഗ്സ് ഉണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡീസാണ് ബേസിക്കലി ഫാർമക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് സെവറൽ ബ്രാഞ്ചസ്: ഫാർമക്കോഡൈനാമിക്സ്, ഫാർമക്കോകൈനറ്റിക്സ്, ടോക്സിക്കോളജി, കീമോതെറാപ്പി, ഫാർമക്കോതെറാപ്യൂട്ടിക്സ് എന്നിങ്ങനെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഫാർമക്കോഡൈനാമിക്സ് ആൻഡ് ഫാർമക്കോകൈനറ്റിക്സ്, ഈ രണ്ട് ടേംസ് തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഫർദർ പറ്റുള്ളൂ. കാരണം ഈ പറയുന്ന ഡിഫറെൻറ്റ് ബ്രാഞ്ചസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. When a drug is administered to a person, it will exert some effect on the patient, and this is called pharmacodynamics. The effect produced by the patient's body on the drug is called pharmacokynetics. അതായത് ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ ആ ഡ്രഗ് എന്താണ് പേഷ്യൻ്റ് ബോഡിയിൽ ചെയ്യുന്നത് അതിനെയാണ് ഫാർമക്കോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് തിരിച്ച്, അതായത് ഈ പറയുന്ന പേഷ്യൻറ്റ് തിരിച്ച് ഈ പറയുന്ന ഡ്രഗിനോട് എന്ത് കാര്യമാണ്, എന്ത് എഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഫാർമക്കോകൈനറ്റിക്സ്. ഓക്കെ, സോ നമുക്ക് ഓരോ ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് റൂൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാണ് നമുക്ക് ഓരോ ഡ്രഗും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡ്രഗ് കൊടുക്കാൻ പറ്റും. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റൂൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. They are basically classified into local and systemic routes. രണ്ട് റൂട്ട്സ് ഉണ്ട്. ഓക്കെ, ബേസിക്കലി ഇനിയും ഉണ്ട് ക്ലാസിഫിക്കേഷൻ. ദ ഫസ്റ്റ് ബേസിക് ക്ലാസിഫിക്കേഷൻ, ലോക്കൽ ആൻഡ് സിസ്റ്റമിക് റൂട്ട്. ലോക്കലൈസ്ഡ് റൂട്ട് എന്ന് പറയുമ്പം ദി ആർ യൂസ്ഡ് ഇൻ കേസ് ഓഫ് ലോക്കലൈസ്ഡ് ലീഷൻസ്. അതായത് ഒരു പെർട്ടിക്കുലർ പോർഷനിൽ മാത്രമുള്ള ഒരു ലീഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ വി ക്യാൻ ഗിവ് ത്രൂ ദിസ് ലോക്കലൈസ്ഡ് റൂട്ട്. ഓക്കെ, ആൻഡ് the important thing is that there will be a higher concentration of drug in that local site. ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ മാത്രമേ ഡ്രഗിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടാകത്തുള്ളൂ. അതേസമയം സിസ്റ്റമിക് ടോക്സിറ്റികളൊന്നും ഉണ്ടാവാനുള്ള ചാൻസും ഇല്ല. അതായത് സിസ്റ്റമിക് റൂട്ട് വഴി കൊടുക്കുകയാണെങ്കിൽ ബോഡി ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിപ്പോവും. അപ്പം ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തും കൂടി ഈ ഡ്രഗ് ചെന്നിട്ട് അവിടെ ടോക്സിക് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇൻ ദിസ് കേസ് ലോക്കലൈസ്ഡ് റൂട്ട് ആണെങ്കിൽ there will be accumulation of drug in that particular portion and there will not be any systemic toxicity. Okay, and there are different types of localized routes, and they are basically topical, deeper, tissues and arterial supply. അപ്പം അതിൻ്റെ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് ടാഡ് എന്ന് ഓർത്ത് വെക്കുക. ടാഡ് എന്ന് പറയുമ്പം ടോപ്പിക്കൽ, ആർട്ടീരിയൽ ആൻഡ് ഡീപ്പർ ടിഷ്യൂസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പിക്കൽ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആർ ബേസിക്കലി യൂസ്ഡ് ഓൺ സ്കിൻ, ഐസ് ആൻഡ് ഇയേഴ്സ്. ടോപ്പിക്കലി നമ്മൾ അപ്ലൈ ചെയ്യാണ്. ആൻഡ് ഇൻ ഡെൻറ്റിസ്ട്രി, ഇൻ ഡെൻ്റൽ പ്രാക്ടീസ്, ഗം പെയിൻസ്, മൗത്ത് വാഷസ്, ടൂത്ത് പെയിൻസ് ആർ ദി എക്സാമ്പിൾസ്. ഓക്കെ, നൗ കമ്മിങ് ടു ഡീപ്പർ ടിഷ്യൂസ്. ഡീപ്പർ ഏരിയാസ് ആർ അപ്രോച്ച്ഡ് വിത്ത് എ സിറിഞ്ച് ആൻഡ് എ നീഡിൽ. പേരിൽ നിന്ന് മനസ്സിലായതുണ്ട്, നമ്മൾ ഡീപ്പർ ഏരിയാസിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അല്ലേ? ആ റൂട്ട് വഴിയാണ് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് റീച്ച് ദെയർ. അപ്പോൾ അതുകൊണ്ട് സിറിഞ്ചസോ അല്ലെങ്കിൽ നീഡിൽസോ നമുക്ക് ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ. ദ ഡ്രഗ് ഡെപ്പോസിറ്റഡ് ഹാവ് ലോ അബ്സോർപ്ഷൻ ഇൻ ദിസ് കേസ്. അബ്സോർപ്ഷൻ കുറവായിരിക്കും ഈ ഡ്രഗ്സിൻ്റെ. ഓക്കെ, ടൈപ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം അതിൽ ഏകദേശം കണ്ടിട്ടുണ്ടെങ്കിലും റിമെമ്പർ ചെയ്ത് വെച്ചെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, so one is infiltration anesthesia. Anesthesiaയുടെ കേസസ് നമ്മൾ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ഇൻട്രാ ആർട്ടിക്കുലാർ, that is an example of drug which is given in intra-articular way is hydrocortisone. അതായത് ആർട്ടിക്കുലാർ മീൻസ് റിലേറ്റഡ് ടു ജോയിൻറ്റ്സ്. അപ്പോൾ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വി പ്രൊവൈഡ് intra-articular injections, and an example of drug given through this way is hydrocortisone, and a figure is given there. Next is retrobulbar injection, which is given in the eyes. Next is intrathecal injections. An example of drug given through this way is amphotericin B. Amphotericin B is an antifungal agent, and there are infections that affect the spinal cord. Okay, fungal infections, and an example of drug which is given against that is amphotericin B. Okay, and it is given to the theca,
ഇഞ്ചക്ട് ടു ദ തീക്ക ഓഫ് ദറ്റ് സ്പൈനൽ കോഡിൻ്റെ തീക്ക എന്ന് പറഞ്ഞൊരു കവറിങ് ഉണ്ട്, അവിടേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇറ്റ്. നൗ arterial routes in the case the drug will be deposited in the arteries, and these are given as intra-arterial injections. Okay, an example is contrast media during angiography and anti-cancer drugs. All these can be given. Clot ആയിട്ടുള്ള പ്ലേസസ് ഉണ്ടാവും ആർട്ടറീസിൽ, ആ കേസസിൽ വി ഹാവ് ടു ഇഞ്ചെക്ട് ആൻറ്റികോയാഗുലൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആർട്ടീരിയൽ റൂട്ട്സാണ് നമ്മൾ കൊടുക്കുന്നത്. നൗ സിസ്റ്റമിക് റൂട്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ദ ഡ്രഗ് എൻറ്റേഴ്സ് ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ ബോഡി ഇൻക്ലൂഡിംഗ് ദ സൈറ്റ് ഓഫ് ആക്ഷൻ ഇൻ ദിസ് കേസ്. Drugs given through this route undergo first pass metabolism by liver, lungs, intestine. Oral, sublingual, rectal, transdermal, inhalation, nasal, parenteral. These are the different types. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് we can use the shortcut proteins. Okay, now oral route. Oldest, commonest, safest, convenient, non-invasive, painless and cheaper route ആണ് oral route എന്ന് പറയുന്നത്. And there are so many limitations for this oral route. Slow action ആണ്. Okay, and unpalatable like chloramphenicol can't be given through this route. Chloramphenicol പോലുള്ള ഡ്രഗ്സ് നമുക്ക് ഇതുവഴി കൊടുക്കാൻ പറ്റത്തില്ല. And nausea can occur in case. Okay, some cases we can see that ചിലപ്പോൾ നമുക്ക് ചില ഗുളികൾ കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും അല്ലേ. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. ആൻഡ് ക്യാൻ ബി ഗിവൺ ടു അൺകോപ്പറേറ്റീവ് അൺകോൺഷ്യസ് വോമിറ്റിംഗ് പേഷ്യൻസ്. അപ്പം കോമയിൽ കിടക്കുന്ന ആളാണ് അല്ലെങ്കിൽ അൺകോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെന്നുള്ള കേസസിലൊന്നും വി കനോട്ട് ഗിവ് ദിസ് ഡ്രഗ്. ഓക്കെ, അവർക്ക് വിഴുകാനായിട്ടുള്ള കപ്പാസിറ്റി ഒന്നും അറിയില്ലായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ. സോ ഡ്രഗ്സ് നോട്ട് അബ്സോർബ് ബൈ ഓറൽ റൂട്ട്. സോ ദർ ആർ സം ഡ്രഗ്സ് വിച്ച് കൻ നോട്ട് ബി അബ്സോർബ് ബൈ ദിസ് ഓറൽ റൂട്ട്. അതിൻ്റെ എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോമൈസിൻ. ഓക്കെ, and some drugs get destroyed by digestive juices in the stomach. Example, penicillin and insulin അറിയാമല്ലോ, it is given parenterally. Now examples of some drugs which are given through oral route. അത് നമുക്ക് കഴിച്ചിട്ടുള്ള ഗുളികളൊക്കെ തന്നെയാണ്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പാരസിറ്റമോൾ പോലെയുള്ള ഗുളികൾ കഴിച്ചിട്ടുണ്ടല്ലോ, ഓറലി കഴിച്ചിട്ടുള്ള ഏതെങ്കിലും ഗുളികൾ എക്സാമ്പിൾ എഴുതാം. ഫോർ എക്സാമ്പിൾ amoxicillin, ampicillin, etc. Okay, these are different dosage forms through which it is given, like capsules, tablets, syrups, etc. Okay, it is not that much very important. Next is sublingual route or buccal route, another important thing. Okay, a tablet or pellet is placed below the tongue or spread over buccal mucosa. ഇത് കൊടുക്കുന്നത് ടങ്കിൻ്റെ അടിയിൽ വെക്കുക. സബ്ലിംഗ്വൽ എന്ന് കേൾക്കുമ്പോൾ ടങ്കിൻ്റെ അടിയിൽ വെക്കുകയാണ്, ഓർ ബക്കൽ മ്യൂക്കോസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നൗ ദേ പ്രൊവൈഡ് റാപ്പിഡ് അബ്സോർപ്ഷൻ. ഓക്കെ, റാപ്പിഡുള്ള അബ്സോർപ്ഷൻ ആയിരിക്കും ത്രൂ ദിസ് റൂട്ട് ഉണ്ടാവുക. ആൻഡ് വി നോ ദാറ്റ് നമ്മുടെ ബയോളജിക്കൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ലിപ്പിഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്, ലിപ്പിഡ് ബൈലെയർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ്പിഡ് സൊല്യൂബിൾ ഡ്രഗ്സ് ക്യാൻ ബി അഡ്മിനിസ്ട്രേഡ് ത്രൂ ദിസ് റൂട്ട്. ഓക്കെ, ആൻഡ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലിവർ ഈസ് ബൈപ്പാസ്. ഓറൽ റൂട്ടിൽ ലിവർ ബൈപ്പാസ് ചെയ്ത് പോകുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് അവിടെ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഭയങ്കര കൂടുതൽ. ഹിയർ ഫസ്റ്റ് പാസ് മെറ്റബോളിസം അതുകൊണ്ട് തന്നെ കുറവായിരിക്കും, ലിവർ ബൈപ്പാസ് ആയി പോകുന്നുണ്ട്. And examples, very important, GTN is also called a glycerin trinitrate or nitroglycerin, and disamino, oxytocin and nifedipine. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് you can use two N's, nifedipine and nitroglycerin, അങ്ങനെയും ഓർത്തിരിക്കുക. ഓക്കെ, now next is rectal route. We know that it is used for irritant and unpleasant drugs, suppositories and enemas. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ rectal route പ്രിഫർ ചെയ്യുന്നത്. And it avoids first pass metabolism by 50%. Okay, and examples of drugs which are given through this method is diazepam, ergotamine, indomethacin. അപ്പോൾ ഓർത്തിരിക്കാനായിട്ട് ഒരു ഡ്രഗ് ഞാൻ എങ്ങനെയെങ്കിലും ഓർത്തിരിക്കാൻ പറഞ്ഞുതരാം. എർഗോട്ടമിന് EUR സ്റ്റാർട്ടിങ്ങിലുണ്ട്, റെക്ടൽ റൂട്ടിന് EUR സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഇൻകൺവീനിയൻ്റ് ആണ്, എംബാരസിങ് ആണ് അല്ലേ. നോ സ്ലോ അബ്സോർപ്ഷൻ ആയിരിക്കാം. ഓക്കെ, റെക്ടൽ ഇൻഫ്ലമേഷൻ, ഇങ്ങനെ കുറേ ഡിസഡ്വാൻറ്റേജസ് ഈ ഒരു റെക്ടൽ റൂട്ട് വഴി കൊടുത്താലുണ്ട്. ഓക്കെ, ദിസ് സ്ലൈഡ് ഈസ് എക്സ്ട്രാ, ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓൾറെഡി അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബട്ട് അഡ്വാൻറ്റേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ചിൽഡ്രൻ.
യൂസ്ഡ് ഇൻ ചിൽഡ്രൻസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് ലിറ്റിൽ ഓർ നോ ഫസ്റ്റ് പാസ് എഫക്റ്റ് ഇല്ല. ഓക്കെ, നൗ ലിറ്റിലേ ഉണ്ടാവുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ. നൗ യൂസ്ഡ് ഇൻ വോമിറ്റിംഗ് ഒരു അൺകോൺഷ്യസ് പേഷ്യൻസ് അല്ലേ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇത്. നൗ ഹയർ കോൺസെൻട്രേഷൻ റാപ്പിഡ്ലി അച്ചീവ്ഡ് ഇൻ ദിസ് കേസ്. നൗ cutaneous or transdermal route, which is very very important. Cutaneous or transdermal route എന്ന് പറയുന്നത് മാത്രമായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, so this is used for highly lipid soluble drugs and can be absorbed through intact skin. ഹൈലി ലിപ്പിഡ് സൊല്യൂബിൾ ഡ്രഗ്സ് ആണെങ്കിൽ മാത്രമേ ബയോളജിക്കൽ മെംബ്രെയിൻ വഴി പോകുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം ഇൻടാക്റ്റ് സ്കിന്ന് വഴിയാണ് അബ്സോർബായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി ലിപ്പിഡ് സൊല്യൂബിൾ ഡ്രഗ്സേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ സബ്ലിംഗ്വൽ റൂട്ട് വഴി കൊടുക്കുന്ന കേസസിലും ഇത് തന്നെയായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ബയോളജിക്കൽ മെംബ്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ അത് ലിപ്പിഡ് സൊല്യൂബിൾ ഡ്രഗ്സ് ആണ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് എളുപ്പം. ഓക്കെ, ബൈ ദിസ് റൂട്ട് ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് റിലീസ് ഓഫ് ഡ്രഗ്സ്. കോൺസ്റ്റൻ്റ് ആയിട്ട് ഡ്രഗ്സ് റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മേ ബി അഡ്മിനിസ്ട്രേഡ് ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് an important thing. And example, nicotine, estradiol, GTN and fentanyl are the example. This is very important. ഇത് പഠിക്കാണ്ട് ഇരിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, നൗ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഇസ് bypassed and slow and prolonged അബ്സോർപ്ഷൻ. സ്ലോയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള അബ്സോർപ്ഷനാണ് ഉണ്ടാവുക. ഓക്കെ, കാരണം കോൺസ്റ്റൻറ്റ് റിലീസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ. നൗ ട്രാൻസ്ഡെർമൽ ഇച്ചിരിയും കൂടി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ the route of administration achieves the systemic effects by application of drugs to the skin, usually via transdermal medicated adhesive patch. The rate of absorption can vary markedly depending on the physical characteristic of the drug and skin at the site of application. Slow effect ആണ്. സൈറ്റ് എന്ന് പറയുന്നത് അപ്പർ ആം, ചെസ്റ്റ്, അബ്ഡമൻ, മാസ്റ്റോയിഡ് റീജിയൻസിലൊക്കെ നമുക്ക് സൈറ്റായിട്ട് കരുതാം. നൈട്രോഗ്ലിസറിൻ, ആൻറ്റി എമറ്റിക്, സ്കോപ്പൊളമീൻ, ഇതെല്ലാം ഒന്നും വേണമെന്നില്ല. അറ്റ്ലീസ്റ്റ് യു റിമെമ്പർ അബൌട്ട് GTN ആൻഡ് നിക്കോട്ടിൻ, ഈസ്ട്രാഡയോൾ എക്സെട്ര, ഫെൻറ്റനൈൽ എക്സെട്ര. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതിനെക്കുറിച്ച് ഇത്രയൊക്കെ മതി. നൗ ട്രാൻസ്ഡെർമൽ തെറാപ്യൂട്ടിക് സിസ്റ്റം, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ട്രാൻസ്ഡെർമൽ റൂട്ട് ചോദിക്കുമ്പം ഇതെന്താണെന്നും കൂടെ ഒന്ന് ജസ്റ്റ് എഴുതി നന്നായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീസാണ് ഈ ഡ്രഗ്സ് വഴി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റൻറ്റ് റിലീസ് ഉണ്ടാകാനുള്ള കാരണം ഈ ട്രാൻസ്ഡെർമൽ തെറാപ്യൂട്ടിക് ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, സോ TTS സിസ്റ്റം എന്ന് ഷോർട്ടായിട്ട് പറയും. ഡ്രഗ് ഇൻ സൊല്യൂഷൻ ആർ ബൗണ്ട് ടു എ polymer is held in reservoir between the occlusive backing film and rate controlling micropore membrane, under surface of which is smeared with an adhesive impregnated with priming dose of drug. Adhesive layer protected with film which is peeled off just before application. To provide smooth plasma concentration without fluctuations, more convenient patient compliance is better. ഇതിപ്പം കോൺസ്റ്റൻറ്റ് റിലീസ് അവിടെ റിസർവോയർ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഡയഗ്രാം വരച്ചിട്ട് ഇതുപോലെ തന്നെ എഴുതി വെക്കണം. ഓക്കെ, ഒരു ഒക്ലൂസീവ് ബാക്കിംഗ് ഫിലിമും അതുപോലെ തന്നെ റേറ്റ് കൺട്രോളിങ് മൈക്രോപോർ മെംബ്രെയിനും ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു റിസർവോയർ, ഇത് നമ്മുടെ ഡ്രഗ് റിസർവോയർ പോലെ എടുത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീസ് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആക്ഷൻ ഓക്കെ ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ്, പേഷ്യൻറ്റ് കോംപ്ലയൻസും ബെറ്ററുമാണ്. Now coming to inhalational route. Inhalational route very important ആയിട്ടുള്ളതാണ്. This has also been asked in the previous examination. Okay. Now this is used for volatile liquids and gases. It is used in general anesthesia. Absorption from the alveoli happens and it is very very rapid. When the administration of these gases are discontinued, the drugs are diffused back and eliminated to the external air. അപ്പം ഇത് യൂഷ്വലി വോളറ്റൈൽ ലിക്വിഡ്സും ഗ്യാസസും ആണ് ഈ പറയുന്ന ഇൻഹലേഷൻ റൂട്ട് വഴി കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ജനറൽ അനസ്തേഷ്യ. ഓക്കെ, ആൻഡ് അബ്സോർപ്ഷൻ ഫ്രം ദ ആൽവിയോളൈ ഹാപ്പൻസ് ആൻഡ് ഇറ്റ് ഇസ് വെരി റാപ്പിഡ്. അപ്പം ആൽവിയോളയിൽ നിന്നാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇറ്റ് ഇസ് വെരി വെരി റാപ്പിഡ്. ഇപ്പം ഈ ഒരു ഗ്യാസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ഡിഫ്യൂസ് ബാക്ക് ആവും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ് ടു ദി എക്സ്റ്റേണൽ എയർ. ഇറ്റ് ഈസ് എലിമിനേറ്റഡ്
to the external air. Okay, നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ ഗ്യാസസ്. സോ മൊമെൻറ്റ് ടു മൊമെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഡ്രഗ് ക്യാൻ ബി ഡൺ. നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റിലീസ്ഡ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ടു മൊമെൻറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു റൂട്ട് വഴി നമുക്ക് നടത്താൻ പറ്റും ഓഫ് ദ ഡ്രഗ്. ഓക്കെ, ആൻഡ് എക്സാമ്പിൾ സാൽബ്യൂട്ടമോൾ, ഇപ്രാട്രോപ്പിയം, മോണ്ടലോക്കസ്. നമ്മൾ ആസ്മയ്ക്ക് കൊടുക്കുന്ന ഡ്രഗ്സൊക്കെ ഈ ഒരു റൂട്ട്സിൽ വരുന്നതാണ്. ഓക്കെ, സാൽബ്യൂട്ടമോൾ, ഇപ്രാട്രോപ്പിയം ആൻഡ് മോണ്ടലോക്കസ്. യു ക്യാൻ റിമെമ്പർ ഇറ്റ് ആസ് സിം. സാൽബ്യൂട്ടമോൾ, ഇപ്രാട്രോപ്പിയം, മോണ്ടലോക്കസ്. ഇത് സാൽബ്യൂട്ടമോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ആസ്ഡ്. ഓക്കെ, ബ്രോങ്കിയൽ ആസ്മ പഠിക്കുമ്പോൾ വിൽ ബി കമ്മിങ് ടു സാൽബ്യൂട്ടമോൾ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻഹലേഷണൽ റൂട്ടിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഇൻഹലേഷൻ പ്രൊവൈഡ്സ് റാപ്പിഡ് ഡെലിവറി ഓഫ് എ ഡ്രഗ് അക്രോസ് ദ ലാർജ് സർഫസ് ഏരിയ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് പൾമണറി എപ്പിത്തീലിയം, പ്രൊഡ്യൂസിങ് എൻ എഫക്റ്റ് ഓൾമോസ്റ്റ് ആസ് റാപ്പിഡ്ലി ആസ് വിത്ത് IV ഇഞ്ചക്ഷൻ. പക്ഷേ IV ആണ് ഇച്ചിരിയും കൂടി നല്ലതായിട്ട് എന്താണ് എല്ലായിടത്തും എത്തുന്ന ഒരു നല്ലൊരു അബ്സോർപ്ഷൻ കൂടുതലുള്ളത്. ഓക്കെ, നൗ സിസ്റ്റമിക് റൂട്ടിൽ എത്തിക്കാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ പാരൻറ്റൽ റൂട്ട്സ് തന്നെയാണ്. അതിൽ തന്നെ IV. ദിസ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇസ് യൂസ്ഡ് ഫോർ ഡ്രഗ്സ് ദാറ്റ് ആർ ഗ്യാസസ് ഓർ ദോസ് that can be dispersed in an aerosol. This route is particularly effective and convenient for patients with respiratory complaints because the drug is delivered directly to the site of action and systemic side effects are minimized. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് വളരെ കുറവായിരിക്കും. കാരണം സാധാരണ ഞാൻ പറഞ്ഞു സിസ്റ്റമിക് ടോക്സിസിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ത്രൂ സിസ്റ്റമിക് റൂട്ട്സ് അല്ലേ. പക്ഷേ ഇവിടെ ഇൻഹലേഷണൽ റൂട്ടിലുള്ള ഒരു പ്രത്യേകതയാണ് സിസ്റ്റമിക് ഇഫക്ട്സ് കുറവായിരിക്കും. കാരണം ഡയറക്റ്റ് ആയിട്ട് ആ പോർഷനിലേക്ക് ആ സൈറ്റ് ഓഫ് ആക്ഷനിലേക്ക് ചെല്ലുകയാണ് ഇൻ ദിസ് കേസ്. ഓക്കെ, example of drugs achieved via this route include albuterol, corticosteroids such as fluticasone. ഇതിലേതിലൊക്കെ എഴുതുക. ഓക്കെ, നമ്മൾ സിം എഴുതിയാൽ അത്രയും നല്ലത്. സാൽബ്യൂട്ടമോൾ, ഇപ്രാട്രോപ്പിയം ആൻഡ് മോണ്ടലോക്കസ്റ്റ്. ഇൻഹലേഷൻ. അപ്പം ഇൻഹലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജസ്: മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, റാപ്പിഡ് അബ്സോർപ്ഷൻ, provide local action, minor systemic effects, low bioavailability, less side effects and no first pass effect. And disadvantages: only few drugs can be used. വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂ ഡ്രഗ്സ് മാത്രമേ നമുക്ക് ഇതുവഴി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് നേസൽ റൂട്ട്. നേസൽ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ ഡ്രോപ്സ് ആയിട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും. ഡ്രോപ്സ് ആയിട്ട് നമ്മൾ മൂക്കിലൊഴിക്കുന്ന നേസൽ ഡ്രോപ്സ് ഒക്കെ ആയിരിക്കും. ലിവർ ആൻഡ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ ബൈപാസ്ഡ് ഇൻ ദിസ് കേസ്. മറ്റേതുപോലെ തന്നെ ഇപ്പോൾ സബ്ലിംഗ്വൽ റൂട്ട് എടുത്താലും അല്ലെങ്കിൽ ഇൻഹലേഷൻ റൂട്ട് എടുത്താലും സെയിം തിങ് തന്നെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസം നമുക്ക് കുറയ്ക്കാൻ പറ്റും. എക്സാമ്പിൾ നഫാറിലിൻ ഇസ് എ GnRH ആഗണിസ്റ്റ് ആണ്. നഫറിലിൻ ആൻഡ് ഡെസ്മോപ്രെസിൻ ആൻഡ് കാൽസിറ്റോണിൻ ആർ ഗിവൻ ത്രൂ ദിസ് റൂട്ട്. ഓക്കെ, നെക്സ്റ്റ് പാരൻറ്റൽ റൂട്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. പാരൻറ്റൽ റൂട്ട് എക്സാമിന് പാരൻറ്റൽ റൂട്ട് എന്ന് പറഞ്ഞ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ് ഡയറക്ട്ലി ഇൻ ടു ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഓർ ബ്ലഡ്. ടിഷ്യൂ ഫ്ലൂയിഡിലോട്ടോ അല്ലെങ്കിൽ ബ്ലഡിലോട്ടോ ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന മെത്തേഡാണ് പാരൻറ്റൽ റൂട്ടിലുള്ളത്. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റർ ആൻഡ് ഷുവറർ അബ്സോർപ്ഷനാണ്. റെഡ്യൂസ്ഡ് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ആൻഡ് വോമിറ്റിംഗ്. ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ വോമിറ്റിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ ഓറൽ കൊടുക്കുന്നതല്ലല്ലോ. നോ can be given to unconscious and vomiting patients whose liver is bypassed. Okay, disadvantages: കോസ്റ്റ്ലി ആണ്, പെയിൻഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്പർ വേണം. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ കാത്തേറ്റേഴ്സൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട കേസസ് ആയിരിക്കാം ചിലപ്പോൾ. ലോക്കൽ ടിഷ്യൂ ഇഞ്ചുറി അല്ലേ, നമ്മൾ കൊടുക്കണ എവിടെയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത് ആ പ്ലേസിൽ ലോക്കൽ ഇഞ്ചുറീസ് ക്യാൻ ഒക്കെ, ചിലപ്പോൾ സ്വെല്ലിങ്സ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, ടൈപ്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലാർ, ഇൻട്രാവീനസ്, ഇൻട്രാഡെർമൽ ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ്. സബ്ക്യൂട്ടേനിയസ് കൊടുക്കാം, ഇൻട്രാമസ്കുലാർലി കൊടുക്കാം, ഇൻട്രാവീനസ്ലി കൊടുക്കാം, അല്ലെങ്കിൽ ഇൻട്രാഡെർമലി കൊടുക്കാം. ഓക്കെ, ഇൻട്രാഡെർമൽ മീൻസ് ഇൻജക്ഷൻ ഇസ് ഇൻ ടു ദി സ്കിന്നിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ആൻഡ് സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ് ഫ്രം ദി സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിലാണ്. ഓക്കെ, intramuscular എന്ന് വെച്ചാൽ ഇൻജക്റ്റഡ് ഇൻ ടു ദി സ്കെലിറ്റൽ മസിൽ. ദറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇൻട്രാവാസ്കുലാർ മീൻസ് ദി ഡ്രഗ്സ് ആർ, ദറ്റ് ഈസ് ഇൻട്രാവീനസ് ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദി ഡ്രഗ്സ് ആർ ഡയറക്ട്ലി ബ്ലഡ് സ്ട്രീമിലേക്ക് നമ്മൾ കൊടുക്കുക. സബ്ക്യൂട്ടേനിയസിലേക്ക് പോകാം. യൂസ് ഫോർ ഓയിലി ആൻഡ് അക്വസ് സസ്പെൻഷൻസ്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സബ്ക്യൂട്ടേനിയസ് പ്രിഫർ ചെയ്യുന്നത്. ദി ഡ്രഗ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ലൂസ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഹാസ് ഡിക്രീസ് വാസ്കുലാരിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് നെർവ് സപ്ലൈ. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നെർവ് സപ്ലൈ കൂടുതലാണ്, അതേസമയം വാസ്കുലാരിറ്റി ബ്ലഡ് വെസൽസ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ
So slower absorption. Advantage is that self-injection is possible. Dermojet or pellet implantation can be done. That is also important. Are under points important and advantages. Example of drugs that are given through this method is insulin. ഇൻസുലിൻ യൂസ് ചെയ്യുന്ന നമ്മൾ സ്ഥിരം അറിയാവുന്ന കാര്യമാണ്. ഇൻസുലിൻ സബ്ക്യൂട്ടേനിയസ്ലി കൊടുക്കുന്നുള്ള കാര്യം. ഹെപ്പാരിൻ, എപ്പിനെഫ്രിൻ, ഇതിലേതിലുമൊക്കെ ഇൻസുലിൻ എന്തായാലും ഓർത്ത് ഇരിക്കാൻ ചാൻസ് കൂടുതലാണ്. സബ്ക്യൂട്ടേനിയസ്ലി ഗിവൺ ആയിട്ടുള്ള സാധനമാണ് ഇൻസുലിൻ. നൗ ഇൻട്രാമസ്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെലറ്റൽ മസിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഡ്രഗ് ഇസ് അഡ്മിനിസ്ട്രേറ്റ് ടു ലാർജ് സ്കെലറ്റൽ മസിൽസ്. അത് കുഞ്ഞു കുഞ്ഞു സ്കെലറ്റൽ മസിൽസിനല്ല കൊടുക്കുന്നത്. ലാർജ് ആയിട്ടുള്ള സ്കെലറ്റൽ മസിൽസ് ലൈക്ക് ഗ്ലൂട്ടിയസ്, മാക്സിമസ്, ഡെൽറ്റോയിഡ്, ട്രൈസെപ്സ്, റെക്ടസ് ഫെമറിസ്, ഇങ്ങനെയുള്ള ലാർജ് സ്കെലറ്റൽ മസിൽസിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. മസിൽസ് ഹാവ് റെഡ്യൂസ്ഡ് നെർവ് സപ്ലൈ ആൻഡ് ഇൻക്രീസ് വാസ്കുലാരിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ക്യൂട്ടേനിയസിൽ എന്താ, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ നെർവ് സപ്ലൈ കൂടുതലാണ്, അതേസമയം വാസ്കുലാരിറ്റി കുറവാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ലോവർ അബ്സോർപ്ഷൻ ആണെന്ന് പറഞ്ഞു. ബട്ട് ഇൻട്രാമസ്കുലാറിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ നെർവ് സപ്ലൈ കുറവാണ് ഈ സ്കെലറ്റൽ മസിൽസിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ വാസ്കുലാരിറ്റി കൂടുതലാണ്, നെർവ് സപ്ലൈ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ വളരെ കൂടുതലായിരിക്കും നമ്മൾ ഇൻട്രാമസ്കുലാറിൽ കൊടുക്കുകയാണെങ്കിൽ. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഇഞ്ചക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സബ്ക്യൂട്ടേനിയസിൽ നമുക്ക് സെൽഫ് ഇഞ്ചക്ഷൻ നമുക്ക് ചെയ്യാമായിരുന്നു. ബട്ട് ഇൻ ദിസ് കേസ് ദിസ് ഇസ് നോട്ട് പോസിബിൾ ആൻഡ് സിൻസ് ദി ഡ്രഗ് ഹാസ് ടു റീച്ച് ഡീപ്പർ ടിഷ്യൂ ദിസ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ദിസ് കേസ്. എക്സാമ്പിൾ പെൻസിലിൻ ജി ആൻഡ് സ്ട്രെപ്റ്റോമൈസ്. ഓക്കെ, സ്ട്രെപ്റ്റോമൈസിന് പ്രത്യേകിച്ച് ഓറലി നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു ഡ്രഗാണ് സ്ട്രെപ്റ്റോമൈസിൻ. ഇൻട്രാവീനസ് റൂട്ടിൽ സൂപ്പർഫിഷ്യൽ വെയിൻസിലേക്കാണ് നമ്മൾ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് വിടുന്നത്. ഓക്കെ, ഇഞ്ചെക്ട് ചെയ്ത് വിടുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് 100% ബയോ അവൈലബിലിറ്റി. ഇമ്മീഡിയറ്റ് ആക്ഷൻ ഓഫ് ദി ഡ്രഗ് ടേക്സ് പ്ലേസ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റൽ ഓർഗൻസ് ആർ എക്സ്പോസ് ടു ഹൈ ഡോസസ് ആൻഡ് എയർ എംബോളിസം. ഇങ്ങനെ രണ്ട് ഡിസഡ്വാൻറ്റേജ് ആണുള്ളത്. വൈറ്റൽ ഓർഗൻസ് ടോക്സിസിറ്റീസ് ഉണ്ടാവും അവർക്ക്, കാരണം അവിടെയൊക്കെ ചെന്ന് ഡെപ്പോസിറ്റ് ആവും. ഓക്കെ, ആൻഡ് എയർ എംബോളിസം, ഈ രണ്ട് കാര്യമാണ് പ്രശ്നം. നമുക്ക് എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റുന്നത് സലൈനാണ്. നമുക്കറിയാം ട്രിപ്പിഡ് എന്ന് നമ്മുടെ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദഹിക്കും അല്ലേ, സലൈൻ ഇഞ്ചക്ഷനായിട്ട് നമുക്ക് കാത്തീറ്റർ വെച്ച് തരുന്നതാണത്. നോ ഇൻട്രോഡെർമലായിട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണ്? ഇൻട്രോഡെർമൽ മീൻസ് ഡ്രഗ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ എപ്പിഡെർമിസിലേക്കാണ് ഇത് ഡ്രഗ് ഡെപ്പോസിറ്റ് ആവുന്നത്. അതിൻ്റെ എക്സാമ്പിൾ BCG വാക്സിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത് ഈ ഒരു ഇൻട്രോഡെർമലാണ്. അതർ വാക്സിൻസ് ആർ ഓൾസോ ഗിവൻ ത്രൂ ദിസ്. ഓക്കെ, ചോയ്സ് ഓഫ് റൂട്ട്. ഒരു റൂട്ട് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? ഏത് റൂട്ട് വഴി ഈ ഡ്രഗ് കൊടുക്കണം എന്ന് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? അപ്പം രണ്ട് ബേസിക് ഫാക്ടേഴ്സ് ഉണ്ട് on which the choice of route is determined. One is drug related factors, secondly the patient related factors. ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഡ്രഗിനെ കുറിച്ച് അറിയണം, പേഷ്യൻറ്റിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്നും അറിയണം അല്ലേ. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ് അല്ലേ, വെദർ ദ പേഷ്യൻറ്റ് ഇസ് അൺകോൺഷ്യസ് ഓർ കോൺഷ്യസ് ഓർ വോമിറ്റിംഗ് പേഴ്സൺ ഓർ നോട്ട്. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഏത് റൂട്ട് കൊടുക്കും. വോമിറ്റിംഗ് ആണ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആണെങ്കിൽ ഓറൽ റൂട്ട് എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പേരൻറ്ററലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ റെക്ടലോ അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂട്ട്സ് നമ്മൾ നോക്കേണ്ടി വരും അല്ലേ. നോ ആക്യുറസി ഓഫ് ഡോസേജ് റിക്വയർഡ്. എന്തുമാത്രം ആക്യുറസി വേണം അല്ലേ. ഇപ്പോൾ ഇൻട്രാവീനിയസ് ആണെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിരിക്കും. അതേസമയം ഇൻഹലേഷൻ അത്രയില്ല, ഓറൽ തീരെ ഇല്ല. ഓക്കെ, അപ്പോൾ ആക്യുറസി ഓഫ് ഡോസേജ് റിക്വയർഡ് അനുസരിച്ച് നമുക്ക് ഒരു റൂട്ട് സെലക്ട് ചെയ്യാം. റാപ്പിഡിറ്റി വിത്ത് വിച്ച് ദ റെസ്പോൺസ് ഇസ് റിക്വയർഡ്. എത്ര റാപ്പിഡായിട്ട് വേണം റെസ്പോണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ട് വേണം, സ്ലോ ആയിട്ട് വേണം, പതുക്കെ പോയാൽ മതിയോ, അതോ സ്പീഡ് തന്നെ റാപ്പിഡ് ആണെങ്കിൽ സബ്ലിഗ്വലൊക്കെ നമുക്ക് കൊടുക്കാം. സ്ലോ ആയിട്ടൊക്കെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആക്ഷനാണ് വേണമെങ്കിൽ വി ക്യാൻ ഗീവ് ദിസ് ട്രാൻസ്ഡെർമൽ റൂട്ട്. ഓക്കെ, നൗ റേറ്റ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഫ്രം ഡിഫറെൻറ്റ് റൂട്ട്. അപ്പം റേറ്റും എക്സ്റ്റെൻറ്റും എത്രമാത്രമാണ്, ഒരുപാട് അബ്സോർബ് ആവണോ, കുറച്ച് അബ്സോർബ് ആയാൽ മതി, അനുസരിച്ച് നമുക്ക് മാറ്റാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ സൈറ്റ് ലോക്കലൈസ്ഡ് ആണോ ജനറലൈസ്ഡ് ആണോ, പർട്ടിക്കുലർ പൊസിഷനിലാണോ വേണ്ടത്, അതോ ഫുൾ ബോഡിയിൽ വേണോ. ഓക്കെ, പിന്നെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഡ്രഗ്. ഒരു ഡ്രഗിൻ്റെ കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് അത് ലിപ്പിഡ് സൊല്യൂബിൾ ആണോ അല്ലെങ്കിൽ അങ്ങനെ ലിപ്പിഡ് ഇൻസൊല്യൂബിൾ ആണോ, സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ, pH എങ്ങനെയാണ്, ഇറിറ്റൻ്റ് ആണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് അങ്ങനെയും കൊടുക്കാം. നൗ ഇഫക്റ്റ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ആൻഡ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ഇപ്പോൾ ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെ ഇഫക്റ്റ്, ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഒക്കെ കണക്കാക്കിയിട്ട് ഏത് റൂട്ട് സജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് റൂട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഇസ് ഇറ്റ്സെൽഫ് ആൻ ഇമ്പോർട്ടൻറ്റ് ചോദ്യം വിച്ച് ഇസ് ആസ്ക്ഡ് ഇൻ ഡിഫറെൻറ്റ് എക്സാമിനേഷൻസ്. ഓക്കെ, ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഓഫ് ഡ്രഗ് അല്ലേ, മെറ്റബോളിസം ഓഫ് ദ ഡ്രഗ് ഇൻ ദ gut wall or portal circulation before reaching the systemic circulation. അതായത് സിസ്റ്റമിക് നമ്മുടെ അത്യാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ദ ഡ്രഗ് ഷുഡ് റീച്ച് അല്ലേ. പക്ഷേ അവിടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ
metabolism of the drug takes place in liver, intestine, in such organs. Okay, അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്താലേ നമ്മുടെ ആക്ഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ, ഡ്രഗിൻ്റെ ആക്ഷൻ നടക്കുകയുള്ളൂ. So the amount reaching the system circulation is less than the amount absorbed. Okay, where this is happening, എവിടെയാണ് സംഭവിക്കുന്നത്? ലിവർ, ഗട്ട് വാള്, ഗട്ട് ലൂമൻ, ഇവിടെയൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. റിസൾട്ട് എന്ന് വെച്ചാൽ ലോ ബയോ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ സിസ്റ്റമിക് സർക്കുലേഷനിൽ ഉള്ള ഡ്രഗിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. നെക്സ്റ്റ്, സോ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, കുറച്ച് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനെ കാണുള്ളൂ. കാരണം ഇത് ഫുൾ മെറ്റബലൈസ്ഡ് ആയി പോവുകയാണെങ്കിൽ കുറച്ച് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആക്ഷനും ഇപ്പോൾ കുറയും അല്ലേ. Now, drug administered IV enter directly into the systemic circulation. ഇപ്പോൾ IV വഴി കൊടുക്കുന്നത്, ഇൻട്രാവീനിയസ്ലി കൊടുക്കുന്നത്, ഡയറക്ട്ലി ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻ ദ സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് therefore first pass metabolism is not there. So 100% bioavailability is there in such case. Okay. Drugs administered orally and first exposed to the liver and may be extensively metabolized before reaching the rest of the body. Okay, so first pass metabolism can occur with orally administered drug. അപ്പോൾ orally administered drugsന് എപ്പോഴും ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉണ്ട്, ഒരു ഡിമെറിറ്റ് പോലെ എപ്പോഴും കിടക്കും. ഓക്കെ, അതനുസരിച്ച് വേണം ഡോസൊക്കെ കൊടുക്കാൻ.